എന്താ പറയുക, എങ്ങോട്ട് നോക്കിയാലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് മുൻപിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. ഇവിടെയൊക്കെ പലപ്പോഴും പലരും നിസ്സഹായരായിട്ട് നിൽക്കാറാണ് പതിവ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മുടെ ലോകപരമായ ഒരു കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് തെളിവുകൾ വേണം. തെളിവുകളില്ല എങ്കിൽ ഇപ്പോൾ ഒരാളെ കൊന്നുവെന്ന് ഒരു വ്യക്തി കണ്ടു എങ്കിൽ പോലും അവിടെ തെളിവുകളും അതിൻ്റെ എന്താ പറയുക സാധ്യതകളും ഒക്കെ ഉണ്ടാകണം. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താണ് ആ കേസ് ജയിക്കത്തുള്ളൂ അല്ലേ. അല്ല എങ്കിൽ എന്താണ്, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്നും പറഞ്ഞ് വെറുതെ വിടുന്ന കേസുകളൊക്കെ ഇന്ന് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ശരിക്കും നീതി എവിടെ നിന്നാണ് വരുന്നത്? നീതി വരുന്നത് സ്വർഗത്തിൽ നിന്ന് അല്ലെ. നമ്മളുടെ ദൈവമാണ് നീതി നമ്മൾക്ക് നടത്തി തരുന്നത്. കാരണം എന്താ, അവിടുന്ന് നീതിയുടെ ദൈവമാണ്, നീതിയോടെ വിധി കൽപ്പിക്കുന്ന ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. അതുകൂടാതെ എന്താണ്, ദൈവമാണ് സകലത്തിൻ്റെ പരമാധികാരി അല്ലേ. അവിടുന്ന് പരിപാലകനാണെന്ന്, പരിശീലകനാണ്. ഇതൊക്കെ നമ്മൾക്കറിയാം. എന്നാലും നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് അറിയാമോ, നമ്മൾക്ക് പലപ്പോഴും നീതിയൊന്നും ലഭിക്കാറില്ല. കാരണം നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ, ദൈവത്തിൻ്റെ നീതി നമ്മളുടെ മേൽ ഇറങ്ങി വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല, എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ദൈവം നമ്മൾക്ക് നീതി നടത്തി തരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്കറിയാവുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ ദൈവത്തിൽ മാത്രം നമ്മളങ്ങ് ആശ്രയിക്കുവാനായിട്ട് തയ്യാറായാൽ മതി. അപ്പോൾ ദൈവം എന്ത് ചെയ്യും, നമ്മൾക്ക് നീതി നടത്തി തരുന്ന ഒരു നല്ല പിതാവിനെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം നമ്മുടെ ഈ ലോകത്തിലുള്ള കോടതികളുടെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം നഷ്ടം. ഒരു ചെറിയ കേസിന് പോലും വിധിയൊക്കെ പറഞ്ഞെങ്കിൽ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം അല്ലേ. നമ്മളുടെ ടൈം നഷ്ടം, പൈസ നഷ്ടം, നമ്മളുടെ മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകണം. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി 2 തുള്ളി കണ്ണുനീരൊഴുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, വർഷങ്ങളായിട്ട് നമ്മൾക്ക് ലഭിക്കാത്ത നീതിയൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മൾക്ക് തരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും, നമ്മൾക്ക് നീതി നടത്തി തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ നമ്മൾ വചനമുണ്ട്, വചനം വെച്ച് പ്രാർത്ഥിക്കണം. കാരണം വചനം ദൈവമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് അല്ലേ, വചനം ദൈവമാണ്. നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ആ വചനത്തിന്മേൽ വചനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്താ, അതൊരു ലോ പുസ്തകമാണ്. എന്ന് വെച്ചാൽ സ്വർഗീയ കോടതികളിൽ വിധി പ്രസ്താവന നടത്തുന്നൊരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോ പുസ്തകം നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ലോ പുസ്തകം നമ്മളങ്ങ് തുറക്കണം. അതിനകത്തെ ലോയൊക്കെ നമ്മളൊന്ന് പഠിക്കണം, അത് നമ്മളൊന്ന് പറയുവാനായിട്ട് തുടങ്ങണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, നീതി നമ്മൾക്ക് ഇങ്ങനെ ലഭിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഒരു സങ്കീർത്തനം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. സങ്കീർത്തനം 35 ഓക്കെ, Psalms 35 സങ്കീർത്തനം